രാജാവ് റോബർട്ട് ബറാത്യൻ നെഡ് സ്റ്റാർക്കിനെയും കൂട്ടി കിങ്സ് ലാൻഡിംഗിലേക്ക് പുറപ്പെടും. ജോൺ സ്നോ റോബ് സ്റ്റാർക്കിനോട് യാത്ര പറഞ്ഞ് നൈറ്റ് വാച്ചിൽ ചേരാൻ ബെഞ്ചൻ സ്റ്റാർക്കിനൊപ്പം പോകാനിറങ്ങും. രാജാവിനൊപ്പം തന്നെയാണ് നൈറ്റ് വാച്ചിലേക്ക് പോകുന്നവരും ഇറങ്ങിയത്. താഴ്വരകൾ കഴിഞ്ഞപ്പോഴേക്കും കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്നവർ ഒരു ദിശയിലേക്കും നൈറ്റ് വാച്ചിലേക്ക് പോകുന്നവർ മറുദിശയിലേക്കും തിരിയും. നെഡ് സ്റ്റാർക്ക് ജോൺ സ്നോയുടെ അടുത്ത് വന്നിട്ട് നീയും സ്റ്റാർക്ക് കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് തിരിയും. നിർത്താതെയുള്ള യാത്ര കാരണം ക്ഷീണിതനായ രാജാവും പരിവാരങ്ങളും ഒരു താഴ്വരയിൽ വിശ്രമിക്കും. രാജാവ് റോബർട്ടും നെഡ് സ്റ്റാർക്കും പഴയ യുദ്ധകഥകൾ സംസാരിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം വന്ന ഒരു സന്ദേശം റോബർട്ട് നെഡ് സ്റ്റാർക്കിനെ കാണിക്കും. കൊല്ലപ്പെട്ട മാറ്റ് കിങ്ങിന്റെ ഇളയ മകൾ ഡെനേരീസ് ടാർഗേറിയൻ ഒരു ദൊത്രാക്കി നേതാവിനെ വിവാഹം കഴിച്ചു എന്നായിരുന്നു ആ സന്ദേശം. ഡെനേരീസിനെയും കൊല്ലണമെന്ന് റോബർട്ട് പറഞ്ഞപ്പോൾ അവൾ വളരെ ചെറിയ കുട്ടിയാണെന്നും അതിനാൽ അവളെ ഉപദ്രവിക്കേണ്ടതില്ലെന്നും നെഡ് സ്റ്റാർക്ക് പറഞ്ഞ് ഡെനേരീസ് വിവാഹം ചെയ്ത ഡൊത്രാക്കി തലവന് ഏകദേശം 10,000-ഓളം പടയാളികൾ ഉണ്ട് എന്നും അവർ കടൽ കടന്ന് വന്നാൽ ഇപ്പോഴും തന്നെ കിങ്സ് ലാൻഡിംഗിൽ ഇഷ്ടപ്പെടാത്ത കുടുംബങ്ങൾക്കൊപ്പം ചേർന്നാൽ അത് ആപത്താണെന്ന് റോബർട്ട് പറഞ്ഞു. കടൽ കടന്ന് വരാൻ ദൊത്രാക്കികളുടെ കൈവശം കപ്പലുകൾ ഇല്ല എന്നും കുതിരകൾ സഞ്ചരിക്കാത്ത സ്ഥലത്തേക്ക് ഒരിക്കലും ദൊത്രാക്കികൾ സഞ്ചരിക്കാറില്ല എന്ന് നെഡ് സ്റ്റാർക്ക് പറഞ്ഞപ്പോൾ റോബർട്ട് ഒന്നടങ്ങും.